നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. അതീവ രുചികരമായ വഴുതനങ്ങ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ മസാല തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. തരി കുറഞ്ഞ അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല കളർ കിട്ടാനാണ് നമ്മുടെ ഫ്രൈക്ക്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി ചതച്ചെടുത്താണ്, ഇടികല്ലിലിട്ടാണ് നമ്മൾ ചതച്ചെടുത്തത്, നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് മതിയാകും, വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ മസാല നന്നായി നമുക്ക് മിക്സാക്കി എടുക്കാം. ഇനി നമ്മളിവിടെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ, മീഡിയം സൈസിലുള്ള 2 വഴുതനങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. വഴുതനങ്ങയിലെല്ലാം നന്നായി നമ്മുടെ മസാല പിടിക്കണം. നമുക്ക് ആവശ്യമെങ്കിൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ കോട്ടിങ് പെട്ടെന്ന് നമ്മുടെ വഴുതനങ്ങയിൽ പിടിക്കും. നമ്മുടെ വഴുതനങ്ങ മസാലയുമായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. എല്ലായിടത്തും നന്നായി കോട്ടിങ് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു 5 മിനിറ്റ് നമ്മുടെ വഴുതനങ്ങ റെസ്റ്റിന് വെക്കാം. മസാലയെല്ലാം നന്നായി വഴുതനങ്ങയിലോട്ട് പിടിക്കാനായിട്ടാണ്. നമ്മുടെ മസാലയിലിരുന്ന് നമ്മുടെ വഴുതനങ്ങ 5 മിനിറ്റോളം നന്നായി റെസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള നമ്മുടെ ഓയിൽ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഓയിലിലോട്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് കോരിയിടൽ നമ്മുടെ വഴുതനങ്ങ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. നമ്മൾ ഓയിലിലോട്ട് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുത്ത ശേഷം 2 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ നമ്മുടെ വഴുതനങ്ങ ഇളക്കി കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നന്നായി പിടിച്ചിരിക്കുന്ന മസാലയെല്ലാം എണ്ണയ്ക്കകത്തോട്ട് താഴോട്ട് ഇറങ്ങിപ്പോവും. നന്നായി ഫ്രൈ ആയി വഴുതനങ്ങയിൽ മസാല പിടിച്ചതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ നന്നായി വെള്ളമെല്ലാം വലിഞ്ഞ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക്, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും നന്നായി മൂത്ത് വരണം. നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം സ്ലോയിലാക്കി നമുക്കൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. നന്നായി എണ്ണ പോയ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ അതീവ രുചികരമായ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വഴുതനങ്ങ ഫ്രൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നമ്മുടെ ജിബൂട്ടി മൂവി ഡിസംബർ 31 റിലീസാകുകയാണ്. നിങ്ങളെല്ലാവരും കുടുംബസമേതം പോയി കാണണം, മറക്കരുത്. താങ്ക് യു.